ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഫുഡോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസമാണ്. അപ്പോൾ ഓണമൊക്കെ അല്ലേ, പായസം ഒന്നും ഇല്ലാണ്ട് എന്തോണം. അപ്പം നമുക്കൊരു ഇടിച്ചു പിഴിഞ്ഞ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പം ഞാനിത് ഇവിടെ ഒരു പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരി കഴുകിയിടുകയാണ്. നല്ല കുത്തരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് അരി ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. നാളികേരത്തിൻ്റെ ഒന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് രണ്ടാം പാലാണ് ഞാൻ ഒഴിച്ചു. അപ്പം ഞാനിവിടെ ഒരു കപ്പ് രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ചത്. അതിനുശേഷം അതിൻ്റെ അളവൊന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അരി നല്ല പോലെ വെന്ത് വരണം, അതിനാവശ്യത്തിനുള്ള പാലാണ്. അപ്പം ഞാനിത് ഒരു രണ്ടേകാലോളം കപ്പ് രണ്ടാം പാലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ കുക്കർ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ, 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ വിസിൽ മുഴുവൻ പോയതിന് ശേഷം, പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ സിമ്മിലാണ് ഇട്ടിട്ടുള്ളത്. സിമ്മിൽ 2 വിസിൽ ഫുള്ളി വന്നതിന് ശേഷം അത് കംപ്ലീറ്റ്ലി അതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിത് അരിയൊക്കെ വെന്തോ നോക്കാം. നല്ല രീതിയിൽ അരിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കുറച്ചും കൂടി പാൽ ആഡ് ചെയ്തിട്ട് നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അരി നല്ല പോലെ വെന്ത് വന്നതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മളിത് കുറച്ചും കൂടിയും രണ്ടാം പാൽ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. രണ്ടാം പാൽ ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശർക്കര മെൽട്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും അതിലേക്ക് എന്ത് ചെയ്യുന്നത്, പാല് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. 4 അച്ച് ശർക്കരയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം. ഇപ്പം 4 അച്ച് എന്ന് പറയുന്നത് ഒരു നോർമൽ രീതിയിലുള്ള മധുരമാണ്. അധികം കൂടുതലും ഇല്ല കുറവുമില്ല, കറക്റ്റ് ആ ഒരു ലെവൽ ഓഫ് മധുരമാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, 1-2 അച്ച് കൂട്ടിയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ശർക്കര ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് ശർക്കര ഒന്ന് മെൽട്ട് ആവണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വെള്ളം കുറവാണ്, അതായത് ശർക്കര മെൽട്ട് ആവാനുള്ള അത്രയും വെള്ളം അതിലില്ല എങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചും കൂടി രണ്ടാം പാൽ ഉണ്ടെങ്കിൽ രണ്ടാം പാൽ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നോർമൽ നമ്മുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലിപ്പോൾ നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒരു വെള്ളത്തിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ രണ്ടാം പാൽ തന്നെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ രണ്ടാം പാലല്ല, സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാം പാൽ എടുത്ത ആ കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ശർക്കര ഒന്ന് മെൽട്ടാക്കി എടുക്കണം.
ഇപ്പോൾ ഇതേ നമ്മുടെ ശർക്കരയെല്ലാം നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒന്നാം പാല് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ്. അപ്പോൾ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒന്നാം പാലൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പായസത്തിന് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒന്നാം പാൽ വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം ലെവൽ തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 2 ഏലക്കായയാണ് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ മുന്തിരി അത് ഞാനൊന്ന് നെയ്യിൽ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ഇടിച്ച് പിഴിഞ്ഞ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.